8ാം വാർഷിക നിറവിൽ മുതിർന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ സായാഹ്നക്കൂട്ടം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം സുപ്രസിദ്ധ ബാലസാഹിത്യകാരനും അധ്യാപകനുമായ സി.പി. പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലെ സംഗീത പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കൊച്ചി കപ്പലണ്ടിമുക്ക് ഷാദി മഹലിൽ വെച്ചാണ് കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായാഹ്നക്കൂട്ടത്തിന്റെ 8ാം വാർഷികാഘോഷങ്ങൾ നടത്തിയത്. സ്നേഹസംഗമം സുപ്രസിദ്ധ ബാലസാഹിത്യകാരനും അധ്യാപകനുമായ സി.പി. പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയുടെ ഈ കലയുടെ കനകരഥം മുന്നോട്ട് പതുക്കെ നീക്കിക്കൊണ്ട് പോയിരുന്നവരാണ്. രഥം കൈമാറിയിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും ആ രഥത്തിൽ നിന്ന് പിടിവിടാതെ നിൽക്കുന്നു എന്നാണ് ഈ സായാഹ്നക്കൂട്ടത്തിന്റെ 8ാമത് വാർഷികം തെളിയിക്കുന്നത്. പ്രസിഡന്റ് ഹമീദ് ഇസ്ക്രയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൗൺസിലർ ഹബീബുള്ള, കൊച്ചിൻ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. കൊച്ചിയിലെ സംഗീത പ്രതിഭകളായ ഹാർമോണിസ്റ്റ് ഭാഷ, കീബോർഡ് ചിന്നപ്പൻ, തബലിസ്റ്റ് എൻ പൊന്നൻ, മഹദി ഹസൻ ഗസൽ ആലപിച്ചു വൈറലായ സലീഖത്ത് എന്നിവരെ ആദരിച്ചു. അവരുടെ മാനസിക ഉല്ലാസവും സഹകരണവും ലക്ഷ്യമാക്കിയാണ് സായാഹ്നക്കൂട്ടം രൂപംകൊണ്ടിട്ടുള്ളത്. തുടർന്ന് പ്രസിദ്ധ ഗായകൻ മുകേഷിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ടി.എം. അലി, പൈലോ പോൾ, സിറാജ്, ബിന്ദു രാജീവ്, ശ്രീജ, ഉമ്മർ, ജോസ്, എം.എസ്. അസീസ്, ഷംസുദ്ദീൻ, സുരേഷ്, ജോസ് ഗ്രിഫിൻ, ശോഭ വിജയകുമാർ, സീനത്ത് മജീദ് തുടങ്ങി 50-ൽ പരം അംഗങ്ങളുടെ പാട്ടരങ്ങും അരങ്ങേറി. സിബീനാറയ്ക്കൽ ക്യൂസ് മത്സരവും നയിച്ചു. അംഗങ്ങളുടെ ദേശഭക്തി ഗാനവും ഗായികയും ആർട്ടിസ്റ്റുമായ ബി.വി. ബഷീറിന്റെ ചിത്രപ്രദർശനവും ഏറെ പേരെ ആകർഷിച്ചു. ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ സ്വാഗതവും ട്രഷറർ ജോസഫൈൻ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ഷെരീഫ് മൈത്രി, സുനിത, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.